യേശുവിന്റെ യഥാർത്ഥ പിതാവ് പാന്തേര എന്നൊരു റോമൻ പടയാളിയായിരുന്നുവോ? മനോജ് ബ്രൈറ്റ് ഈ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ഇതിനൊരു മറുപടി നൽകേണ്ടതുണ്ട്. പക്ഷെ അതിനു മുൻപ് ഈ ആർട്ടിക്കിൾ നമുക്കൊന്ന് വായിക്കാം. യേശുവിന്റെ പിതാവ് ആരാണ്? ജോസഫ് അല്ല എന്ന് ബൈബിൾ പറയുന്നു. തത്കാലം പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയാൽ പിന്നെ ആര്? 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യമോ ജീവിച്ചിരുന്ന എലീസർ എന്ന റബ്ബി യേശു ബെൻ പാന്തേര, പാന്തേരയുടെ മകൻ യേശു എന്ന ഒരു അത്ഭുത പ്രവർത്തനെ കുറിച്ച് സൂചിപ്പിക്കുന്നതായി പറയുന്നു. ഈ പാന്തേരയുടെ മകൻ യേശുവും ഗലീലിക്കാരനായ യേശുവും ഒരാളാണോ? ചില പണ്ഡിതന്മാർ അങ്ങനെ കരുതുന്നുണ്ട്. 2-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞനായ ഒറിജൻ പാന്തേര ഒരു റോമൻ പടയാളിയായിരുന്നെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ കഥ യേശുവിന്റെ ശത്രുക്കളുടെ കള്ളക്കഥയാണ്. എന്നാൽ 4-ാം നൂറ്റാണ്ടിലെ ദൈവശാസ്ത്രജ്ഞനായ എപ്പിഫാനിയസ് ഈ പ്രശ്നത്തെ നേരിടുന്നത് മറ്റൊരു രീതിയിലാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പാന്തേര ജോസഫിന്റെ പിതാവ് ജേക്കബിന്റെ മറ്റൊരു പേരാണ്. അതായത് അദ്ദേഹം യേശുവിനെ പാന്തേരയുടെ മകൻ എന്ന് വിളിച്ചിരിക്കാം എന്ന് സമ്മതിക്കുന്നു. ജർമ്മനിയിൽ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ടൈബേരിയസ് ജൂലിയസ് അബ്ഡസ് പാന്തേര എന്നൊരാളുടെ ശവകുടീരം കണ്ടെത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു റോമൻ പടയാളിയും പലസ്തീൻ ദേശക്കാരനുമായ ഒരു ജൂതനുമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഇദ്ദേഹമാണോ യേശുവിന്റെ പിതാവ് എന്ന് അറിയില്ലെങ്കിലും എന്തോ കാരണത്താൽ യേശുവിന്റെ പേരിനൊപ്പം ഒരു പാന്തേരയുടെ പേരും ചേർത്ത് വിളിക്കപ്പെട്ടിരുന്നു. ഇതെവിടെയോ കേട്ട് പരിചയം തോന്നുന്നു അല്ലേ? അതെ, ജെയിംസ് ടേബറിന്റെ ഹിസ്റ്റോറിക്കൽ ലുക്ക് അറ്റ് ദ ബർത്ത് ഓഫ് ജീസസ് എന്ന ഒരു ബ്ലോഗിന്റെ സംക്ഷിപ്ത രൂപമാണ് ഇദ്ദേഹം മലയാളത്തിൽ നൽകിയിരിക്കുന്നത്. ഇനി ഇതിന് മറുപടി നൽകുന്നതിന് മുൻപ് മനോജിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മനോജ്. മറ്റു നവനാസ്തികരെ പോലെ വിഡിത്തം വിളമ്പുന്ന രീതിയല്ല അദ്ദേഹത്തിൻ്റെത്. കാര്യങ്ങളെ വളരെ യുക്തിസഹമായിട്ടും അക്കാദമികമായിട്ടുമാണ് അദ്ദേഹം സമീപിക്കാറ്. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾസ് എല്ലാം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ. ഈ ഒരു ആർട്ടിക്കിൾ തന്നെ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അക്കാഡമിക് പർപ്പസിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ ചുരുക്കത്തിൽ ഞാൻ ആദ്യമേ ഒന്ന് പറയാം. അതിനുശേഷം ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് ഓരോ പോയിന്റിനും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മറുപടി പറയാം. ബെൻ പാന്തേര എന്ന പ്രയോഗം ബെൻ പാർത്തേന എന്ന ഗ്രീക്ക് പ്രയോഗത്തിനെ വക്രീകരിച്ചതാണ്. ഈ പാർത്തേന അല്ലെങ്കിൽ പാർത്തേനോസ് എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം കന്യക എന്നാണ്. യേശു കന്യകയിൽ നിന്നും പിറന്നു എന്ന അർത്ഥത്തില് കന്യകാസുതൻ, കന്യാപുത്രൻ എന്ന അർത്ഥം വരുന്ന രീതിയിൽ ബെൻ പാർത്തേന എന്ന പദം യേശുവിനെ സൂചിപ്പിക്കാനായിട്ട് ആദ്യമ ക്രൈസ്തവർ ഉപയോഗിച്ചിരുന്നു. ഇന്നുള്ള യുക്തിവാദികൾ ഇതിനെ കളിയാക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ അന്നുള്ള ആൾക്കാരും ഇതിനെ കളിയാക്കിയിരുന്നു. അങ്ങനെ കളിയാക്കാനായിട്ട് അവര് ഉണ്ടാക്കിയെടുത്തൊരു പണ്ണാണ് ഈ ബെൻ പാന്തേര എന്ന് പറയുന്നത്. അല്ലാതെ ചരിത്രപരമായ റെഫറൻസുകളൊന്നും ഇതിനില്ല. റെയ്മണ്ട് ഇ ബ്രൗൺ, റോബർട്ട് വാൻ വൂസ്റ്റ് പോലെയുള്ള ചരിത്രകാരന്മാർക്ക് ഈ അഭിപ്രായമാണുള്ളത്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ജെയിംസ് ടേബർ പോലും ഈ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. പാർത്തേനോസ് എന്ന ഗ്രീക്ക് വാക്കിന് അന്നത്തെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു റോമൻ പടയാളിയുടെ പേരുമായിട്ടുള്ള സാദൃശ്യം കാരണം ഇയാള് പാർത്തേനയുടെ മകനല്ല, അതായത് കന്യകയുടെ മകനല്ല, പാന്തേരയുടെ മകനാണെന്ന് കളിയാക്കിയതാണ്. ഈ പാർത്തേനോസ് എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പാർത്തേനോ ജെനിസിസ്. യേശുവിന്റെ ജനനം ഒരു പാർത്തേനോ ജെനിസിസ് ആണെന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. ഈ വാക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തേണ്ടിയിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. ഇനി ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് ഇദ്ദേഹം പറയുന്ന ഓരോ പോയിന്റിനും നമുക്ക് മറുപടി നൽകാം. ഹിസ്റ്റോറിക്കലായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ തുടർന്ന് കാണാവുന്നതാണ്. യേശുവിന്റെ പിതാവ് ആരാണ്? ജോസഫ് അല്ല എന്ന് ബൈബിൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ആർട്ടിക്കിൾ ആരംഭിക്കുന്നത്. ഇതിലൂടെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ബൈബിൾ പ്രകാരം യേശുവിന്റെ പിതാവ് ജോസഫ് തന്നെയാണ്, ബയോളജിക്കലായിട്ടല്ലെന്ന് മാത്രം. ലീഗലി അതുപോലെ തന്നെ സോഷ്യലി യേശുവിന്റെ പിതാവ് ജോസഫ് തന്നെയാണ്. ഇതൊരു ടെക്നിക്കൽ പോയിന്റ് ആയിട്ട് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. മനോജ് പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കാനായിട്ടല്ല, തെറ്റാണ് സ്ഥാപിക്കേണ്ടിയിട്ടല്ല. ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബയോളജിക്കലി യേശുവിന്റെ പിതാവ് ജോസഫ് അല്ല എന്ന് മാത്രമാണ്. അത് ശരിയാണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് യേശുവിനെ മറിയം ഗർഭം ധരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ
ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്, യേശുവിന്റെ ബയോളജിക്കൽ ഫാദർ ആണ് പരിശുദ്ധാത്മാവ് എന്ന ഒരു അവകാശവാദമല്ല ക്രൈസ്തവ സഭകൾക്കുള്ളത്. യേശുവിന് അങ്ങനെ ഒരു ബയോളജിക്കൽ ഫാദർ ഇല്ല എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും യേശുവിന് യഥാർത്ഥത്തിൽ ഒരു ബയോളജിക്കലായിട്ട് പിതാവുണ്ടോ എന്ന് ഒരു നിരീശ്വരവാദിയോ അക്കാഡമിക് ഹിസ്റ്റോറിയനോ ചോദിക്കുമ്പോൾ ഞാൻ അതിനെ ബഹുമാനത്തോടെ കാണുന്നുള്ളൂ. നമുക്ക് തുടർന്ന് വായിക്കാം. 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യമോ ജീവിച്ചിരുന്ന എലീസർ എന്ന റബ്ബി യേശു ബെൻ പാന്തേരയുടെ മകൻ യേശു എന്ന ഒരു അത്ഭുത പ്രവർത്തനയെ കുറിച്ച് സൂചിപ്പിക്കുന്നതായി പറയുന്നു. സത്യം പറയാലോ, ഇവിടെ അദ്ദേഹം ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഫാക്ടുകളെല്ലാം തന്നെ തെറ്റാണ്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ള മനസ്സിലായി. യഹൂദരുടെ ഒരു മതഗ്രന്ഥമായിട്ടുള്ള മിഷ്നയുടെ സപ്ലിമെന്റ് ആയിട്ടുള്ള മറ്റൊരു ഗ്രന്ഥമായിട്ടുള്ള തൊസഫ്തയിൽ പറയുന്ന ഒരു കഥയാണ് കേട്ടോ ഇത്. ഈ മിഷ്ന എന്ന് പറയുന്നത് യഹൂദരുടെ ഓറൽ തോറ, നിയമമാണ്. ഇത് എഴുതപ്പെടുന്നത് 2-ാം നൂറ്റാണ്ടിന്റെ അവസാനമോ 3-ാം നൂറ്റാണ്ടിന്റെ ആദ്യമോ ഒക്കെയാണ്. ഈ താൽമുദ് എന്ന വാക്ക് ഒട്ടുമിക്കവർക്കും പരിചയം ഉണ്ടാവും അല്ലെ? ഈ മിഷ്നയെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള യഹൂദ റബ്ബിമാർ എഴുതിയിട്ടുള്ള 4, 5, 6 നൂറ്റാണ്ടുകളിലെ കമന്ററികളാണ് താൽമുദ് എന്ന് പറയുന്നത്. ഈ മിഷ്നയിൽ പ്രതിപാദിക്കാതെ പോയ ചില കാര്യങ്ങൾ എഴുതിക്കൊണ്ടുള്ള അഡിഷൻസ്, അതായത് സപ്ലിമെന്റ്സ് ആണ് തൊസഫ്ത എന്ന് പറയുന്നത്. ഈ തൊസഫ്തയിൽ വിവരിക്കുന്ന 2 കഥകൾ തമ്മിലുള്ള കൺഫ്യൂഷൻ ആണ് ഇദ്ദേഹത്തിനോട് വന്നിരിക്കുന്നത്. ഈ 2 കഥയിലും യേശു ബെൻ പാന്തേര എന്ന പ്രയോഗം ഒട്ടില്ലതാണ്. ഇതിൽ പറയുന്ന ആദ്യത്തെ കഥ എലിയാസർ ബെൻ ഹിർക്കാനസ്, അതായത് ഹിർക്കാനസിന്റെ മകൻ എലിയാസറിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്, തൊസഫ്ത എഴുതിയിരിക്കുന്നത് ഈ എലിയാസർ അല്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഇവിടെ കോട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ റബ്ബിയായ എലിയാസർ യേശുവിനെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ഈ തൊസഫ്ത ഒക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് 2-ാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെ 3-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഡേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 1-ാം നൂറ്റാണ്ടിലെ ഏതോ ഒരു റബ്ബിയെ കുറിച്ച് പറയുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ഇതിനെ 1-ാം നൂറ്റാണ്ടിലേക്ക് ഡേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഇവിടെ ഈ എലിയാസറിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഈ കഥയില് എലിയാസർ കേഫർഷിക്കിനിൽ നിന്ന് വന്ന ഒരാളെ കാണുന്നു. ഇദ്ദേഹത്തിന്റെ പേര് മിക്കവാറും യാക്കോബ് എന്നാകാനാണ് സാധ്യത. ഇത് നമ്മൾ അടുത്ത കഥ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഈ യാക്കോബ് എലിയാസറിന് യേശുവിന്റെ പേരുള്ള ഒരു പഠനം നൽകുന്നു, ഒരു ടീച്ചിങ് നൽകുന്നു. ഇദ്ദേഹം അത് വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തെ ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ എലിയാസർ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഹെരസിയുടെ പേരിൽ. പിന്നീട് ഇദ്ദേഹത്തെ വിട്ടയക്കുന്നുണ്ട്. മിക്കവാറും ലേലുവല്ലു എന്ന് പറഞ്ഞു കാണാം. ഇവിടെ പാന്തേരയെ കുറിച്ച് അക്ഷരം പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പാന്തേരയുടെ മകനാണ് യേശു എന്നൊരു ആക്ഷേപം പോലും ഇവിടെ ഇല്ല. മാത്രമല്ല യേശുവിനെ ഇവിടെ ഒരു അത്ഭുത പ്രവർത്തനായിട്ടല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. യേശുവിന്റെ പേരിലുള്ള ഒരു പഠനം യാക്കോബ് ഇദ്ദേഹത്തിന് നൽകുന്നു, എലിയാസറിന് നൽകുന്നു. അദ്ദേഹം അത് വിശ്വസിച്ചതുകൊണ്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു, പിന്നീട് വിട്ടയക്കപ്പെടുന്നു. അത്രയേ ഉള്ളൂ. പാന്തേരയുടെ മകനായ യേശുവിനെ കുറിച്ച് 1-ാം നൂറ്റാണ്ടിലെ റബ്ബി എലിയാസർ പറയുന്നു എന്ന് മനോജ് ഇവിടെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇനി നമുക്ക് 2ാമത്തെ കഥയിലേക്ക് കിടക്കാം. എലിയാസർ ബെൻ ദാമ എന്ന് പറയുന്ന മറ്റൊരു എലിയാസർ, അതായത് ദാമയുടെ മകൻ എലിയാസർ. ആദ്യത്തെ കഥയിൽ കണ്ട എലിയാസർ അല്ല കേട്ടോ ഇത്. മാത്രമല്ല ഇദ്ദേഹം ഒരു റബ്ബിയുമല്ല. ഈ കഥയില് ഈ എലിയാസറിനെ ഒരു പാമ്പ് കടിക്കുന്നു. അപ്പോൾ നമ്മുടെ കേഫർഷിക്കിനിൽ നിന്നും വരുന്ന യാക്കോബ് ഇവിടെയും വരുന്നു. ഇവിടെ യാക്കോബ് എന്നുള്ള പേര് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ കഥയിൽ കേഫർഷിക്കിനിൽ നിന്ന് വന്ന ഒരാളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. 2 പേരും മിക്കവാറും ഒരാൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത. 2 കഥയിലെയും വില്ലൻ കഥാപാത്രമാണ് ഇദ്ദേഹം ഇവിടെ വരുന്നു. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഇദ്ദേഹത്തെ സുഖമാക്കാമെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ ഇസ്മായിൽ എന്ന് പറയുന്ന റബ്ബി സമ്മതിക്കുന്നില്ല. മിക്കവാറും നമ്മുടെ എലിയാസറിന്റെ ഏതെങ്കിലും അടുത്ത ബന്ധുവായിരിക്കും. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ എലിയാസർ മരിച്ചുപോയി. ഇവിടെ തീർച്ചയായും യേശുവിനെ ഒരു അത്ഭുത ശക്തിയുള്ള നാമമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് പാമ്പ് കടിച്ച വ്യക്തിയെ സുഖമാക്കാം, യേശുവിന്റെ നാമത്തിൽ സുഖമാക്കാം എന്നൊക്കെ ആണല്ലോ അവകാശവാദം.
പക്ഷെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, മനോജ് പറഞ്ഞ റബ്ബി അല്ല ഇദ്ദേഹം യേശുവിനെ കുറിച്ച് ഒന്നും പറയുന്നുമില്ല. മാത്രമല്ല, ഏർലിയർ മാനുസ്ക്രിപ്റ്റുകളിൽ ഒന്നും തന്നെ 5-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഏതെങ്കിലും മാനുസ്ക്രിപ്റ്റില് യേശു ബെൻ പാന്തേര എന്ന ഒരു റെഫറൻസ് ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഈ പ്രയോഗം വരുന്നത്? തൊസഫ്തായുടെ വിയന്ന മാനുസ്ക്രിപ്റ്റിൽ, അതായത് 9-ഓ 10-ഓ നൂറ്റാണ്ടുകളിലേക്ക് മാത്രം ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തൊസഫ്തായുടെ വിയന്ന മാനുസ്ക്രിപ്റ്റിൽ മാത്രമാണ് ഈ പ്രയോഗം കടന്നു വന്നിരിക്കുന്നത്. അതായത് ഏർലിയർ മാനുസ്ക്രിപ്റ്റുകളിൽ ഒന്നുമില്ലാതിരുന്ന ഈ പ്രയോഗം 9-ാം നൂറ്റാണ്ടോടുകൂടി എഴുതപ്പെട്ട വിയന്ന മാനുസ്ക്രിപ്റ്റിൽ തിരികെ കയറ്റി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് ചെറുതായിട്ടൊന്ന് വിവരിച്ചു തരാം. ഇന്നത്തെ നമ്മുടെ പ്രിന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതോടെയാണ്. അതിനു മുമ്പുള്ളതെല്ലാം കൈകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നത് കയ്യെഴുത്ത് പ്രതികളാണ്. ഈ ബൈബിൾ ആണെങ്കിലോ മിഷണി ആണെങ്കിലോ തൊസഫ്ത ആണെങ്കിലോ എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് 1, 2, 3 നൂറ്റാണ്ടുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് അതിന്റെ ഒറിജിനൽ കോപ്പീസ് അല്ല ലഭ്യമായിട്ടുള്ളത്. പല പ്രാവശ്യം കൈകൊണ്ട് എഴുതി പകർത്തിയാണ് ഇത് പ്രിസർവ് ചെയ്തു പോരുന്നത്. അത്തരം കയ്യെഴുത്ത് പ്രതികളാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള കയ്യെഴുത്ത് പ്രതികൾ ഏത് നൂറ്റാണ്ടിൽ നിന്നുള്ളതാണെന്ന് പരിശോധിക്കണം. നമുക്കൊരു 4 കയ്യെഴുത്ത് പ്രതികളുണ്ടെങ്കിൽ ഒന്ന് 3-ാം നൂറ്റാണ്ടിൽ നിന്നും, ഒന്ന് 4-ാം നൂറ്റാണ്ടിൽ നിന്നും, 5-ാം നൂറ്റാണ്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ മറ്റൊന്ന് 7-ാം നൂറ്റാണ്ടിൽ നിന്നാണെന്ന് കരുതുക. ഈ 7-ാം നൂറ്റാണ്ടിലെ ഒരു കയ്യെഴുത്ത് പ്രതിയിൽ ഏർലിയർ മാനുസ്ക്രിപ്റ്റിൽ ഒന്നും ഇല്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുക? ഒറിജിനൽ ഡോക്യുമെന്റിൽ ഇല്ലാത്ത എന്തോ കാര്യം ഇവിടെ 7-ാം നൂറ്റാണ്ടിലെ കയ്യെഴുത്ത് പ്രതിയിൽ ആഡ് ചെയ്തതാണ്, ഇന്റർപൊലേഷൻ ആണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുപോലെ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് ഈ വിയന്ന മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന 9-ാം നൂറ്റാണ്ടിലെ തൊസഫ്തായുടെ ഒരു മാനുസ്ക്രിപ്റ്റ്. ഏർലിയർ മാനുസ്ക്രിപ്റ്റിൽ ഒന്നും ഇല്ലാതിരുന്ന യേശു ബെൻ പാന്തേര എന്ന പ്രയോഗം ഇതിൽ എങ്ങനെയോ കയറിക്കൂടിയതാണ്, ഒരു ഇന്റർപൊലേഷൻ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്, മനോജ് ഇവിടെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണെന്നുള്ളത്. ഹിർക്കാനൂസിന്റെ മകൻ എലയാസർ യേശുവിനെ കുറിച്ച് പറഞ്ഞു എന്ന് മനോജ് കരുതുന്നത് ദാമയുടെ മകൻ എലയാസറിന്റെ കഥയിൽ 9-ഓ 10-ഓ നൂറ്റാണ്ടോടുകൂടി കടന്നു വന്ന ഒരു ഇന്റർപൊലേഷൻ മാത്രമാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഒറിജനും സെൽസൂസും. 2-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞനെ ഒറിജൻ പാന്തേര ഒരു റോമൻ പടയാളിയായിരുന്നെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ കഥ യേശുവിന്റെ ശത്രുക്കളുടെ കള്ളക്കഥയാണ്. ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് കോൺട്രാ സെൽസും എന്ന ഒറിജിന്റെ ഒരു കൃതിയാണ്. ഇത് സെൽസൂസ് എന്ന ഒരു സറ്റയറിസ്റ്റിന്, ആക്ഷേപഹാസ്യകാരന് ഒറിജിൻ നൽകുന്ന മറുപടിയാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങള് ഒറിജിന്റെ അഭിപ്രായമല്ല, അത് സെൽസൂസ് പറഞ്ഞതാണ്. ഈ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നത് സെൽസൂസ് ആണ്. സെൽസൂസിനുള്ള മറുപടിയാണ് ഒറിജിൻ നൽകുന്നത്. അപ്പോൾ സെൽസൂസ് എന്താ പറഞ്ഞു അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മനോജിന് ഞാൻ ഇവിടെ മറുപടി പറയുമ്പോൾ മനോജ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അല്ലേ? സെയിം തിങ്, അതേ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ജീസസ് വാസ് ദ സൺ ഓഫ് എ പോർ ജൂയിഷ് വുമൺ ഹു മെയ്ഡ് ഹെർ ലിവിംഗ് ബൈ സ്പിന്നിങ്. ഷീ വാസ് ഡ്രിവൺ ഔട്ട് ബൈ ഹെർ ഹസ്ബൻഡ്, എ കാർപ്പന്റർ, ആഫ്റ്റർ ഷീ വാസ് കൺവിക്റ്റഡ് ഓഫ് അഡൽട്ടറി വിത്ത് എ സർട്ടൻ സോൾജർ നെയ്മഡ് പാന്തേര. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. യേശു ഒരു പാവപ്പെട്ട നെയ്ത്തുകാരിയായ യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു. അവൾ പാന്തേര എന്ന് വിളിക്കപ്പെടുന്ന ഒരു പട്ടാളക്കാരനുമായി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതുകൊണ്ട് അവളുടെ ഭർത്താവ് അവളെ ഓടിച്ചു വിട്ടു. കോൺട്രാസെൽസും 1:32. ഇത് ഒരു ശുദ്ധ സാഹിത്യമാണെന്ന്, ശുദ്ധ ആക്ഷേപ സാഹിത്യമാണെന്ന് വായിക്കുന്ന ആർക്കും പെട്ടെന്ന് മനസ്സിലാകും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, മനോജ് പറയുന്നത് പോലെ യേശു ബെൻ പാന്തേര എന്നൊരു പ്രയോഗമേ ഇവിടെ ഇല്ല. ഒരു സർനെയിം പോലെ, യേശുവിന്റെ പിതാവിന്റെ പേര് സർനെയിം നിർമ്മൽ ജെയിംസ് എന്നൊക്കെ പറയുന്ന ഒരു സർനെയിം പോലെ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മറിയത്തിനെതിരെ ഇവിടെ ആക്ഷേപമുണ്ട്. പാന്തേര എന്ന ഒരു പട്ടാളക്കാരനുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, പിടിക്കപ്പെട്ടു, അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് യേശു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ അതൊരു സർനെയിമായിട്ട് യേശു ബെൻ പാന്തേര എന്നൊരു പ്രയോഗമേ ഇവിടെ ഇല്ല. ഇനി അടുത്ത പോയിന്റ് ഇദ്ദേഹം ഉയർത്തുന്നത്, എപ്പിഫാനിയൂസ് എന്ന 4-ാം നൂറ്റാണ്ടിലെ ഒരു സഭാപിതാവ് യേശുവിന്റെ പിതാവായിട്ടുള്ള ജോസഫിന്റെ പിതാവിന്റെ പേരാണ് പാന്തേർ അല്ലെങ്കിൽ പാന്തേര എന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ ബെൻ പാന്തേര എന്ന് വിളിച്ചിരിക്കാമെന്ന് അദ്ദേഹം ഊഹിക്കുന്നു. ഇവിടെ എപ്പിഫാനിയസ് പറയുന്നത് ഇതാണ്: ജോസഫ് വാസ് ദ സൺ ഓഫ് എ മാൻ നെയ്മഡ് ജേക്കബ്, ഓൾസോ കോൾഡ് പാന്തർ.
ഇവിടെ റോബർട്ട് വാൻ വൂസ്റ്റ് പോലെയുള്ള ചരിത്രകാരന്മാര് ഇതിനെ വിലയിരുത്തുന്നത് അന്തരീക്ഷത്തില് ജീസസ് ബെൻ പാന്തേര, യേശു ബെൻ പാന്തേര എന്നൊരു പ്രയോഗം നിലനിൽക്കുന്നത് കൊണ്ട് അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഇദ്ദേഹം എഴുതുന്നത് എന്നാണ്. പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് യോജിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്ന്, ഇതാർക്കെങ്കിലും മറുപടി കൊടുക്കുന്നതായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ പാസേജ് വായിച്ചാൽ തോന്നത്തില്ല. ഇത് യേശുവിന്റെ ഒരു വംശാവലി പറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുള്ളൂ. ജോസഫിന്റെ പിതാവിന്റെ പേരാണ് ജേക്കബ്, അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് പാന്തർ എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ പ്രത്യക്ഷത്തിൽ ഇത് ആർക്കെങ്കിലും മറുപടി കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. രണ്ടാമത്, ഇവിടെ ചരിത്രകാരന്മാരുടെ സ്കോളർലി വ്യൂ ശരിയാണെങ്കിൽ തന്നെ എപ്പിഫാനിയസ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശരിയാകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം യേശുവിനും 300 വർഷങ്ങൾക്ക് ശേഷം എഴുതുന്ന ഇദ്ദേഹത്തിന് യേശുവിന്റെ ഫാമിലി ഹിസ്റ്ററിയെ കുറിച്ച് കാര്യമായി എന്തെങ്കിലും അറിയാൻ ഒരു സാധ്യതയുമില്ല. മാത്രമല്ല ഇദ്ദേഹം ഏർലിയർ സോഴ്സുകൾ ഒന്നും തന്നെ റെഫർ ചെയ്തിട്ടില്ല. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, യഹൂദ താൽമുദ്ദുകളിൽ നിന്നും സെൽസൂസിന്റെ എഴുത്തുകളിൽ നിന്നും നമുക്ക് നേരത്തെ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇത് ഒരു കംപ്ലീറ്റ് സറ്റയർ എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളത്. ഇനി അടുത്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഏതോ ഒരു പാന്തേരയുടെ ശവകുടീരം ജർമ്മനിയിൽ കണ്ടെത്തി എന്നതാണ്. അദ്ദേഹം പലസ്തീൻകാരനായ ഏതോ യഹൂദനായിരുന്നെന്നും റോമൻ പടയാളിയായിരുന്നെന്നും അനുമാനിക്കുന്നു. ശരിയാണ്, ജർമ്മനിയില് ഒരു പാന്തേരയുടെ ശവകുടീരം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് 1-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട ഒരു റോമൻ പടയാളിയുടേതാണെന്ന് അനുമാനിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് യൂദയായിൽ ജോലി ഉണ്ടായിരുന്നുവെന്നും നസ്രത്തിൽ യേശുവിന്റെ കുടുംബവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ജെയിംസ് ടേബറിനെ പോലെയുള്ളവരുടെ വെറും ഊഹങ്ങളാണ്. വെറും ഊഹാപോഹങ്ങൾക്കപ്പുറം ഈ പാന്തേരയെ യൂദയായുമായോ നസ്രത്തുമായോ യേശുവിന്റെ കുടുംബവുമായോ ബന്ധിപ്പിക്കാൻ തക്ക യാതൊരു തെളിവുകളുമില്ല. ഈ പേര്, ഈ പാന്തേര എന്ന പേര് ഒരു ഇമാജിനറി നെയിം, സാങ്കല്പികമായ ഒരു പേരല്ല. ഈ പേരിൽ യഥാർത്ഥത്തിൽ ഒരു റോമൻ പടയാളി ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഈ കണ്ടുപിടുത്തം തെളിയിക്കുന്നത്. ഇത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഒറിജിന്റെ കോൺട്രാസെൽസും വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാകുന്നതേ ഉള്ളൂ. ഈ ഒരു കണ്ടുപിടുത്തം, ഈ ഒരു ഇൻഫർമേഷനെ ആർക്കിയോളജിക്കലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നത് മാത്രമാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ സിഗ്നിഫിക്കൻസ്. അവസാനമായി മനോജ് പറയുന്നത് ഇങ്ങനെയാണ്: ഇദ്ദേഹമാണോ യേശുവിന്റെ പിതാവ് എന്ന് അറിയില്ലെങ്കിലും എന്തോ കാരണത്താൽ യേശുവിന്റെ പേരിനൊപ്പം ഒരു പാന്തേരയുടെ പേരും ചേർത്ത് വിളിക്കപ്പെട്ടിരുന്നു. യേശുവിന്റെ പേരിനൊപ്പം ഒരു പാന്തേരയുടെ പേരും ചേർത്ത് വിളിക്കപ്പെട്ടിരുന്നില്ല മനോജ്. ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ നിർമ്മൽ ജെയിംസ് എന്നൊക്കെ പറയുന്നത് പോലെ യേശു ബെൻ പാന്തേര എന്ന് യേശുവിന്റെ സർനെയിമായിട്ട് പാന്തേരയുടെ പേര് കൂട്ടത്തിൽ ചേർത്തിരുന്നു എന്നാണ്. പക്ഷെ ആദ്യ 5 നൂറ്റാണ്ടുകളിലെ ഒരു ഡോക്യുമെന്റിൽ പോലും ഇത്തരം ഒരു പരാമർശം എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ശരിയാണ്, സെൽസൂസ് മറിയത്തിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്, പാന്തേരയുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടെന്നും പിടിക്കപ്പെട്ടെന്നും ഒക്കെ. പക്ഷെ അവിടെയും മനോജ് ഈ പറയുന്നത് പോലെ യേശു ബെൻ പാന്തേര എന്നൊരു പ്രയോഗം, യേശുവിന്റെ സർനെയിമായിട്ട് പാന്തേരയുടെ നെയിം ചേർത്തുകൊണ്ട് യേശു ബെൻ പാന്തേര എന്നൊരു പ്രയോഗം അവിടെ എവിടെയും ഇല്ല. എലിയാസർ എന്ന റബ്ബിയുടെ കഥ നമ്മൾ കണ്ടു അല്ലെ? അതിലെങ്ങും ഇങ്ങനൊരു പരാമർശമേ ഇല്ല. ദാമയുടെ മകനായ എലിയാസറിന്റെ കഥ 9-ഓ 10-ഓ നൂറ്റാണ്ടോടുകൂടി പകർത്തി എഴുതപ്പെട്ട വിയന്ന മാനുസ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു പ്രയോഗം കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് ഡേറ്റ് ചെയ്യേണ്ടത് 9-ഓ 10-ഓ നൂറ്റാണ്ടിലേക്കാണ്. ഈ ഒരു പ്രയോഗം, യേശു ബെൻ പാന്തേര എന്ന പ്രയോഗം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ബാബിലോണിയൻ താൽമുദിലാണ്. ഈ ബാബിലോണിയൻ താൽമുദ് ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 5-ഓ 6-ഓ നൂറ്റാണ്ടുകളിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. യേശുവിന്റെ ഒരു സർനെയിം എന്ന രീതിയിൽ യേശു ബെൻ പാന്തേര എന്ന പ്രയോഗം ആദ്യ 5 നൂറ്റാണ്ടുകളിലെ ഒരു ഡോക്യുമെന്റിലും കാണാൻ സാധിക്കില്ല. ഈ ഒരു പ്രയോഗം യേശു ബെൻ പാർത്തേന എന്ന ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കാനായിട്ട് ക്രൈസ്തവ വിരോധികൾ അന്ന് ഉപയോഗിച്ച ഒരു പൺ മാത്രമാണ്. ഇതാണ് ഇന്ന് മിക്ക ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നത്. ഫുൾ വീഡിയോ എൻ്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്.